26 വർഷത്തെ വിശ്വാസം, ലക്ഷക്കണക്കിന് സന്തോഷകരമായ ദാമ്പത്യങ്ങൾ. കല്യാണം എന്നാൽ കേരള മാട്രിമോണി തന്നെ. ഒന്ന്, വൈദ്യുതി രംഗത്ത് ഒരു പ്രതിസന്ധി ഉണ്ടെന്നുള്ളത് വസ്തുതയാണ്. അത് കേരളത്തിൽ മാത്രമുള്ള പ്രതിസന്ധിയല്ല. രാജ്യവ്യാപകമായി ഈ എൽനിനോ സാഹചര്യത്തിൽ മൺസൂൺ കൃത്യമായി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ചൂട് കൂടുതലാണ്. വൈദ്യുതി ഉപഭോഗം വർധനവുണ്ട്. എക്സ്ചേഞ്ചിൽ പോലും വൈദ്യുതി കിട്ടാൻ പ്രയാസമുണ്ട്. അതായത് വലിയൊരു പ്രതിസന്ധി രാജ്യവ്യാപകമായിട്ടുണ്ട്. ആ പ്രതിസന്ധിയുടെ ഭാഗമായി കേരളത്തിൽ നമുക്ക് ആവശ്യമായ വൈദ്യുതി ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രതിഭാസം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച ഒരു പ്രതിഭാസമല്ല, പെട്ടെന്ന് ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. എന്നാൽ ഇതിനോട് സർക്കാരിന്റെ ഒരു പ്രതികരണം വളരെ നിരാശാജനകമാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസ് പരിഹരിക്കുന്നതിനും നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇന്റർവെൻഷൻ യഥാർത്ഥത്തിൽ നടക്കേണ്ടതാണ്. ഇതിപ്പോ ഉദ്യോഗസ്ഥ തലത്തിൽ എക്സ്ചേഞ്ചിനോ മറ്റേതെങ്കിലും സാധ്യതയിലോ വൈദ്യുതി കിട്ടുമോ എന്ന് സാധാരണ നിലയിൽ ശ്രമിക്കുന്നതിനപ്പുറത്ത് ഈ ഒരു സാഹചര്യം ബോധ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ആ ക്രൈസിസ് പരിഹരിക്കുന്നതിനുള്ള ഇടപെടൽ ഉണ്ടാവണം. ഇവിടെ ഇപ്പോൾ വൈദ്യുതി മന്ത്രി അടക്കമുള്ളവർ പറയുന്നത് ഇതെന്തെങ്കിലും പ്രശ്നമുണ്ട്, ഉപഭോഗത്തിനകത്ത് ഏടനം വേണം തുടങ്ങിയിട്ടുള്ള ചില കാര്യങ്ങൾ പറയുന്നതല്ലാതെ ഇത് എങ്ങനെ പരിഹരിക്കും, ഇത് പരിഹരിക്കുന്നതിന് ഞങ്ങൾ എന്താണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത്, നമ്മൾ എങ്ങനെയാണ് ഇതിനെ സമീപിക്കുന്നത് എന്ന നിലയ്ക്കുള്ള ഏതെങ്കിലും ഒരു ക്രിയാത്മകമായി ഇന്ന സമയം കൊണ്ട് ഇത് പരിഹരിക്കാൻ കഴിയും എന്ന നിലയ്ക്കെങ്കിൽ പോലും പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഇന്ന് ഉണ്ട്. അത് തികച്ചും നിരാശാജനകമാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇക്കാര്യത്തിനകത്ത് വളരെ കൃത്യമായി ഇടപെടുകയും രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ക്രിയാത്മകമായ നടപടികൾ സ്വീകരിക്കുകയും വേണം. ഇത്തരം പ്രതിസന്ധികൾ മുൻകാലങ്ങളിലും പലപ്പോഴും വൈദ്യുതി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ നേതൃത്വം, വൈദ്യുതി മന്ത്രി ആയാലും മുഖ്യമന്ത്രി ആയാലും ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിരുത്തി അതിനകത്ത് ഏതൊക്കെ സാധ്യതകളുണ്ടോ ആ സാധ്യതകൾ മുഴുവൻ പരിശോധിച്ച് ഇടപെട്ടുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രശ്നപരിഹാരത്തിലേക്ക് പോയിരുന്നത്. അങ്ങനെ നിരന്തരമായ ഇടപെടലുകളുടെ ഭാഗമായിട്ടാണ് പാർക്കത്തും ലോഡ് ഷെഡിങ്ങും ഇല്ലാത്ത 10 വർഷം കേരളത്തിൽ ഉണ്ടായത്. പക്ഷെ ഇന്ന് അക്കാര്യത്തിനകത്ത് വ്യത്യസ്തമായൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല എന്ന ഒരു നിലയിലാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡും അതുപോലെ തന്നെ ഗവൺമെന്റും എന്നത് തികച്ചും നിരാശാജനകമാണ്. തികച്ചും ഒരു ആസൂത്രണ പ്രവർത്തനത്തിൽ ഇടപെടാനും കഴിയില്ല എന്നൊരവസ്ഥയിലേക്ക് ഗവൺമെന്റ് മാറിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. അത് ഈ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇത് ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു നിശ്ചിത സമയം പറഞ്ഞാൽ വീണ്ടും അവർക്കത് ആ ഒരു സമയം കണക്കാക്കിയെങ്കിലും തങ്ങളുടെ ജീവിതം ക്രമീകരിക്കാനാവും. പക്ഷെ നിലവിലെ സാഹചര്യം അങ്ങനെയല്ലല്ലോ. ഓരോ ദിവസവും ഓരോ സമയത്തല്ലേ ഈ കറണ്ട് പോകുന്നത് പോലും. അല്ല, ഇതിനകത്ത് ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പം വൈദ്യുതി ആവശ്യകത എന്ന് പറയുന്നത് വൈകുന്നേരം ഒരു 6:30-7 മണി മുതൽ രാത്രി 12:30-1 മണി വരെയാണ് ഷോർട്ടേജ് ഉള്ളത്. പീക്ക് സമയത്ത് ഏകദേശം ഒരു 650 മെഗാവാട്ട് വരെ ഷോർട്ടേജ് ഉണ്ട്. ഒരു 450 മുതൽ 650 മെഗാവാട്ട് വരെ ഷോർട്ടേജ് ഉണ്ട്. അതനുസരിച്ച് ഏകദേശം 1 അവർ 1 മണിക്കൂറോളം ഇപ്പോൾ ലോഡ് ഷെഡിങ് നടത്തുന്നുമുണ്ട്. സ്വാഭാവികമായും ഇത് ഏറെക്കുറെ കൺഫേംഡ് ആണ്. വൈകുന്നേരം 7 മണി മുതൽ 12:30-1 മണി വരെയുള്ള സമയത്ത് വൈദ്യുതി പ്രതിസന്ധി ഉണ്ട്, ഇത്ര മെഗാവാട്ട് പ്രതിസന്ധി ഉണ്ട് എന്നത് തലേ ദിവസം തന്നെ കൃത്യമായി തിട്ടപ്പെടുത്താൻ കഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ തിട്ടപ്പെടുത്തപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും ഈ കാര്യത്തിനകത്ത് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി തന്നെ ലോഡ് ഷെഡിങ് നടത്താൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇപ്പൊ നേരത്തെ കഴിഞ്ഞ ഏപ്രിലിൽ നമുക്കൊരു വൈദ്യുതി പ്രതിസന്ധി ഉണ്ടായിരുന്നു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ കാലഘട്ടം കൂടി വന്നപ്പോൾ വലിയ രൂപത്തിൽ വൈദ്യുതി ഉപഭോഗം വർദ്ധിച്ചതിന്റെ ഭാഗമായി ഏകദേശം 6100-6300 മെഗാവാട്ട് വരെയൊക്കെ വൈദ്യുതി ഉപഭോഗം പോയ സന്ദർഭത്തിൽ നമുക്കന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന 5700 മെഗാവാട്ട് ആയിരുന്നു. 6056 മെഗാവാട്ട് വരെ നമ്മൾ വൈദ്യുതി നൽകുകയും ചെയ്തു. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ വൈദ്യുതി ലൈനുകൾ ട്രിപ്പ് ആകുന്നതിന്റെ ഭാഗമായി, ഓട്ടോമാറ്റിക്കായി ട്രിപ്പ് ആകുന്നതിന്റെ ഭാഗമായിട്ട് 5-10 മിനിറ്റ് നേരം വൈദ്യുതി നിലയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോ ആ നിലയ്ക്കുള്ള ഒരു സാഹചര്യമല്ല. ഇതിപ്പോ വൈദ്യുതി ലൈൻ ഓഫ് ആക്കുക തന്നെയാണ്. നമ്മൾ
ഈ വൈദ്യുതി ലഭ്യതക്കുറവ് കണക്കാക്കി ആ കണക്കാക്കിയത്രയും വൈദ്യുതി ജനങ്ങൾക്ക് വിതരണം ചെയ്യാതെ പ്രത്യേകിച്ച് ഓരോ പ്രദേശത്തെയും ഫീഡറുകൾ നോക്കി കൃത്യമായി സബ്സ്റ്റേഷനുകളിൽ നിന്ന് ഓഫാക്കുകയാണ് ചെയ്യുന്നത്. മറ്റത് അങ്ങനെയായിരുന്നില്ല. മറ്റത് ഈ പറഞ്ഞ നമുക്ക് ലഭ്യമായ 6056 അപ്പുറത്തേക്ക് ചില ഘട്ടങ്ങളിൽ ഉപഭോഗം പോകുമ്പോൾ അത് ലൈനുകൾ ട്രിപ്പാകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ട്രിപ്പാകുന്ന ഒരു സാഹചര്യത്തിൽ അത് എപ്പോൾ ട്രിപ്പാകുന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷെ അതൊരു 5, 10, 15 മിനിറ്റ് നേരത്തെ ട്രിപ്പാകുക ഉണ്ടാവും. പക്ഷെ ഇതിപ്പോൾ കൃത്യമായ അരമണിക്കൂർ വെച്ച് ലോഡ് ഷെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഷെഡ് ചെയ്യുമ്പോൾ കൃത്യമായി മുൻകൂട്ടി അറിയിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് അക്കാര്യത്തിനകത്ത് ഇടപെടുകയും ജനങ്ങളെ ഇക്കാര്യം കൃത്യമായി അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നല്ലത്. അത് മാത്രമല്ല, ഇത് പരിഹരിക്കുന്നതിന് ചില മാർഗങ്ങളൊക്കെ ഗവൺമെന്റ് സ്വീകരിക്കാൻ കഴിയും. അത്തരം കാര്യങ്ങളിലേക്ക് ഗവൺമെന്റ് പോവുകയും വേണം. ഇപ്പൊ ബയലാറ്ററലായി ചില സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പൊ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം കർണാടക ശരാശരി 200 മുതൽ 600 മെഗാവാട്ട് വരെ വൈദ്യുതി എക്സ്ചേഞ്ചിൽ 9 രൂപയ്ക്കും 9 രൂപ 8 പൈസയ്ക്കൊക്കെ വിൽക്കുന്നുണ്ട്. നമ്മൾ 10 രൂപയ്ക്ക് മുകളിൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങാൻ തയ്യാറാണ്. സ്വാഭാവികമായിട്ട് കർണാടക കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമല്ലേ, കേരളത്തിലെ UDF സർക്കാരല്ലേ. ബയലാറ്ററായി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മളിവിടെ 10 രൂപയ്ക്ക് മുകളിൽ വൈദ്യുതി വാങ്ങാൻ തയ്യാറാവുന്നു. അവര് 9 രൂപയ്ക്കും 10 പൈസയ്ക്കൊക്കെ വൈദ്യുതി എക്സ്ചേഞ്ചിൽ വിൽക്കാൻ തയ്യാറാവുമ്പോൾ അതിന് പകരം വൈദ്യുതി ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്ന ഒരു ബയലാറ്ററൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള ചില ഇടപെടലുകൾ ഗവൺമെന്റ് എന്ന രൂപത്തിലൊക്കെ കൂടി ചെയ്താൽ ഈ പ്രശ്നം പരിഹരിച്ചു പോകാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ ഈ വൈദ്യുതിയുടെ വില അത് വർദ്ധിപ്പിക്കാനുള്ള ഒരു സാധ്യത കൂടെ എത്രത്തോളമാണ്? ഇതിനകത്ത് ഒരു പ്രശ്നമുണ്ട് ഇതിനകത്ത്. കാരണം ഇന്ത്യയിൽ വൈദ്യുതി ഉൽപാദനം എന്ന് പറയുന്നത് അതിന്റെ 60% ഇപ്പോൾ സ്വകാര്യ കമ്പനികളാണ്. സ്വകാര്യ കമ്പനികൾ പറഞ്ഞാൽ ഒരുപാട് സ്വകാര്യ കമ്പനികളൊന്നുമില്ല. അദാനി പവർ, അതുപോലെ തന്നെ റിലയൻസ്, അതുപോലെ ടാറ്റ പവർ, ഈ 3 കമ്പനികളുടെ കയ്യിലാണ് ഇന്ത്യയുടെ വൈദ്യുതി ഉൽപാദനത്തിന്റെ ഏകദേശം 55-60% ഉള്ളത്. ഇന്ത്യയിൽ ആകെ 515 മെഗാവാട്ട് 5,15,000 മെഗാവാട്ട് 5,15,000 മെഗാവാട്ട് വൈദ്യുതി ഉൽപാദന ശേഷി ഇന്ത്യക്ക് മൊത്തത്തിലുണ്ട്. നമ്മുടെ ഉപഭോഗം 2,70,000 മെഗാവാട്ടിന് അപ്പുറത്തേക്ക് ഒരിക്കൽ പോലും പോയിട്ടില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ഉൽപാദന ശേഷിയുടെ പകുതി മാത്രമേ നമുക്ക് ഡിമാൻഡ് ഉള്ളൂ. എന്നിട്ടും നമ്മൾ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. മാത്രമല്ല, വൈദ്യുതി വില 12 രൂപ 13 രൂപയൊക്കെ കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് വൈദ്യുതി വില മാറുകയാണ്. യഥാർത്ഥ ഉൽപാദന ചെലവ് എന്ന് പറയുന്നത് 4 രൂപയെ താഴെ 3.5 രൂപ മാത്രമേ ഉൽപാദന ചെലവുള്ളൂ. അപ്പോൾ 3-4 രൂപ ഉൽപാദന ചെലവുള്ളത് പോവാ 12 രൂപയ്ക്കും 13 രൂപയ്ക്കും വിൽക്കാൻ കഴിയുക. അങ്ങനെ വിൽക്കാൻ കഴിയുമ്പോൾ തന്നെ രാജ്യത്ത് 5,15,000 ഉൽപാദന ശേഷി ഉണ്ടാകുമ്പോൾ 2,70,000 മാത്രം ഡിമാൻഡ് ഉണ്ടാകുക. എന്ന് പറഞ്ഞാൽ സപ്ലൈ കൂടിയിരിക്കുക, ഡിമാൻഡ് കുറഞ്ഞിരിക്കുക. എന്നിട്ടും ഉൽപാദന ചെലവിന്റെ 3-4 വിൽക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു കരിഞ്ചന്ത പ്രവർത്തിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കരിഞ്ചന്ത ഇത്തരം ഒരു സാഹചര്യത്തിൽ കുറെ കൂടി ശക്തമായി പ്രവർത്തിക്കും. അത് രാജ്യത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. യഥാർത്ഥത്തിൽ ഈ സ്വകാര്യവൽക്കരണ നയം തന്നെയാണ് രാജ്യത്തെ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനകത്ത് സ്വകാര്യവൽക്കരണ അജണ്ട, സ്വകാര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയം കൃത്യമായിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടുകൂടിയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തകർ കാലാകാലങ്ങളിൽ വൈദ്യുതി പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ സ്വകാര്യവൽക്കരണം അരുത് എന്ന് ശക്തമായി പറയുന്നു. പക്ഷെ അത് ശ്രദ്ധിക്കുന്ന സമീപനമല്ല UPA സർക്കാരായിരുന്നെങ്കിലും NDA സർക്കാരാണെങ്കിലും ഉള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.